കീ. പിടിച്ചോ. എടാ ദേവ, കീസ് എടുത്തോ. ഞാൻ ആഗ്രഹിച്ചത് ഇത് തന്നെ. അവന്റെ ആവശ്യങ്ങൾ നീ മനസ്സിലാക്കണം, നീ പറയുന്നത് അവൻ അനുസരിക്കണം. അതിരിക്കട്ടെ, അവന് നിനക്ക് ഇഷ്ടമല്ലേ ആരാധ്യ? ഇഷ്ടമാണോന്ന് ചോദിച്ചാ ചെറുപ്പം തൊട്ടേ എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടമല്ല മോളെ. ഞാൻ മാത്രം ഇഷ്ടപ്പെട്ടതുകൊണ്ട് കാര്യമില്ലല്ലോ. ദേവന്റെ മനസ്സിലും അതൊക്കെ തോന്നണ്ടേ എന്തോമ്മേ? വൈശാലി അല്ലേ ഇത്? വൈശാലിയുടെ ഫോട്ടോ നിങ്ങളുടെ കയ്യിൽ എങ്ങനെ കിട്ടി? വൈശാലിയെ നിങ്ങൾക്ക് അറിയാവോ? വൈശാലി ഇപ്പൊ എവിടെയുള്ളേ? കുറച്ചുകൂടെ കഴിഞ്ഞാ അവിടെ തൂക്കേറി തൂങ്ങാൻ പോവാ. നിങ്ങൾ എന്താ ഈ പറയണേ? വൈശാലി എന്തിനാ തൂക്കുകയറി തൂങ്ങുന്നേ? തനിക്ക് വൈശാലി നന്നായിട്ട് അറിയാൻ തോന്നല്ലോ. അപ്പൊ എന്താ സംഭവിച്ചെന്നറിയില്ലേ? സ്വന്തം ഭർത്താവിനെ കുത്തിക്കൊന്ന ഒരു കുറ്റവാളി അവള്. പിന്നെ തൂക്കിക്കൊല്ലല്ലേ വേണ്ടേ? വൈശാലി കൊന്നു ആരാ പറഞ്ഞേ? അവിടെ നടന്ന സംഭവം എന്താണെന്നറിയോ? അവളുടെ ഭർത്താവ് മരിച്ചത് എങ്ങനെയാണെന്നറിയോ? അവള് വല്ല കഥയും പറഞ്ഞിട്ടുണ്ടാവും. നടക്കാത്തത് നടന്നു എന്ന് പറയാനും ഇല്ലാത്തതുണ്ടെന്ന് സമർത്ഥിച്ചെടുക്കാനും അവള് മിടിക്കുക. അതിരിക്കട്ടെ, നിങ്ങൾ ആരാ? വൈശാലിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാന്നാ നിങ്ങൾ ഈ പറയുന്നേ? അല്ല, ഇനി എന്താ അറിയണ്ടേ? ആ വൈശാലി എന്ന് പറയുന്ന ഒരുത്തി കാരണം ഞാൻ അനുഭവിക്കാൻ ഇനി വേറെ ഒന്നുമില്ല. ഈ ഫോട്ടോയിൽ കണ്ടത് വൈശാലി ആണെന്നാ നിങ്ങൾ കരുതി? എന്നാ അല്ല, ഇതെന്റെ ഭാര്യ വൈദേഹിയാണ്. എന്റെ ഭാര്യ വൈദേഹി ഈയിടയ്ക്ക് എന്നെ തനിച്ചാക്കിയിട്ട് പോയത്. പക്ഷെ ഈ വൈശാലിക്ക് എന്റെ ഭാര്യയുടെ അതേ ഛായയാ. ആ അവസരം അങ്ങ് മുതലെടുത്തുകൊണ്ട് അവളാണ് വൈദേഹി എന്നും പറഞ്ഞ് എന്റെ ഭാര്യ സ്ഥാനത്ത് കയറിക്കൂടാൻ കുറേയേറെ കളികൾ കളിച്ചു നോക്കി അവള്. ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല. വൈശാലി അങ്ങനെ ഒരു പെണ്ണല്ല. ചേടാ, സ്വന്തം ഭർത്താവിന്റെ ജീവിതത്തിൽ ഒരു സ്ഥാനം നേടിയെടുക്കാനുള്ള മിടുക്ക് പോലും അവൾക്കില്ലായിരുന്നു. പിന്നെയല്ലേ അവൾ മറ്റൊരാളുടെ ജീവിതത്തിൽ കയറിക്കൂടാൻ പോകുന്നേ? അങ്ങനെ ഒരു ചിന്ത പോലും അവളുടെ മനസ്സിലുണ്ടാവില്ല. അത് ശരി. അപ്പൊ ഞാനെന്താ കള്ളം പറയാന്ന? ഈ കേസ് കോടതി വരെ എത്തി അവള് വൈദേഹിയല്ല വൈശാലിയാണെന്ന് തെളിഞ്ഞ കാര്യമാ. സ്വന്തം ഭർത്താവിനെ കൊന്ന കൊലയാളിയായ അവക്ക് തൂക്കുകയറും കോടതി വിധിച്ചു. അങ്ങനെയാണെങ്കിൽ അവള് നിങ്ങളുടെ ഭാര്യയാണെന്ന് തെളിഞ്ഞായിരുന്നെങ്കിൽ തൂക്കുകയറ് കിട്ടില്ലായിരുന്നു അല്ലേ? ഒരിക്കലും കിട്ടില്ല. പക്ഷെ അവള് എന്റെ ഭാര്യയല്ലെന്ന് എനിക്കറിയാം. അവള് സത്യത്തിലൊരു കൊലപാതകയാ. എന്റെ ഭാര്യ വൈദേഹി ഭർത്താവിന് വേണ്ടി സ്വന്തം ജീവൻ കളയുന്നവളാ. അങ്ങനെ ഒരാളോടത്ത് ജീവിച്ചിട്ട് ഒരിക്കലും ഇതുപോലത്തെ ഒരാളോട് ക്ഷമിക്കാൻ എനിക്ക് കഴിയില്ല. അത്തരം കുറ്റവാളികൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കാനും പാടില്ല.
അകലെ നീ പല കുറി മാഞ്ഞില്ലേ പറയൂ നിൻ നിറമിഴി തോരില്ലേ എരിവേനൽ ചൂടുരുകീടും പീഡയും വെൺപ്രാവേ നീ മിഴിനീരിൽ മിഴിനീരിൽ നനയും അരുതേ അരുതേ പകലേ നീ പല കുറി മാഞ്ഞില്ലേ പറയൂ നിൻ നിറമിഴി തോരില്ലേ താരാട്ടിൻ നീളം കാതിൽ തേൻമഴയായി പൂങ്കാറ്റിൻ ഗീതം താനേ പെയ്തൊഴിയുന്നു തങ്കക്കൊലുസിൻ. എന്റെ ഭർത്താവ് എന്നും സന്തോഷത്തോടെ ജീവിക്കണം രാമ. Stop it. നിങ്ങളുടെ വധശിക്ഷ റദ്ദു ചെയ്തിരിക്കുകയാണ്. ദേവൻ തന്നെയാണ് ജഡ്ജിയുടെ അടുത്ത് ചെന്ന് നീ വൈദേഹിയാണെന്ന് പറഞ്ഞത്. നിന്നെ കാണാൻ വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്.
ദേവേട്ടൻ വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. ഒരു മിഥ്യയിൽ തകരേണ്ട ബന്ധമാണോ നമ്മൾ തമ്മില്? ദേവേട്ടൻ സത്യം മനസ്സിലാക്കുമെന്നും എന്നെ തേടി വരുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ഞാനാണ് വൈദേഹി എന്ന് എല്ലാവരുടെ മുന്നിലും തെളിയിക്കാൻ വേണ്ടി എന്തൊക്കെയാ ഞാൻ ചെയ്തു കൂട്ടിയത്. ദേവേട്ടൻ എന്നിട്ട് ഒന്നും വിശ്വസിച്ചില്ല. എനിക്കതൊക്കെ നല്ല വിഷമമുണ്ടായിരുന്നു. എന്നാലും ദേവേട്ടനോട് ദേഷ്യമൊന്നും തോന്നിയില്ല. എന്താന്ന് ദേവേട്ട, ചന്ദ്രിക എല്ലാത്തിനും കാരണം. ഒടുവിൽ വൈശാലിയുടെ കഴുത്തിൽ പച്ച കുത്തി കൊടുക്കുക വരെ ചെയ്തില്ലേ? എത്ര ഭംഗിയായിട്ട് അവള് പ്ലാൻ ചെയ്തേന്ന് ഇതിന് തന്നെ മനസ്സിലായില്ലേ? സാറില്ല, എല്ലാം പോട്ടെ. ഇപ്പോഴെങ്കിലും ദേവേട്ടന് സത്യം മനസ്സിലായല്ലോ. ഇത് മതി എനിക്ക്. അല്ല ദേവേട്ട, ഞാൻ എന്തൊക്കെ തെളിവുകൾ നിരത്തിയിട്ടും വിശ്വസിക്കാത്തയാള് ഇപ്പോഴെങ്ങനെയാ വിശ്വസിച്ചേ? എന്താ ദേവേട്ട ഒന്നും മിണ്ടാത്തേ? ദയവേത് കൈയെടുക്ക് വൈശാലി. എന്താ വിളിച്ചു ദേവേട്ട? എന്തിനാ എന്നെ വൈശാലി എന്ന് വിളിച്ചേ? ഞാൻ വൈശാലി അല്ലല്ലോ, ഞാൻ ദേവേട്ടന്റെ വൈദേഹിയല്ലേ. അതുകൊണ്ടല്ലേ ദേവേട്ടൻ എന്നെ രക്ഷിച്ചേ. പിന്നെ എന്തിനാ ഇപ്പൊ വൈശാലി എന്ന് വിളിച്ചേ? എന്നെ കളിപ്പിക്കാൻ നോക്കല്ലേ? കൈയെടുക്ക്. എന്താ ദേവേട്ട പറ്റിയേ? തൂക്ക് കയറിന്ന് രക്ഷിച്ചാലെങ്കിലും നിന്റെ സ്വഭാവം മാറുന്ന വിചാരിച്ചേ. നിന്നെ പോലെയുള്ളവളെയൊക്കെ എന്താ ചെയ്യേണ്ടെന്നാ ഇപ്പോഴും വൈദേഹി പുരാണം പറയാൻ നാണമില്ലേ നിനക്ക്? എന്താ ദേവേട്ടൻ പറഞ്ഞേ? ഞാൻ വൈദേഹി അല്ലെന്നോ? വൈശാലിയാണെങ്കിൽ പിന്നെ എന്തിനാ ദേവേട്ടൻ എന്നെ രക്ഷിച്ചേ? വിട്ടിരുന്നെങ്കിൽ ഞാനിപ്പോ ഈ ലോകത്തുണ്ടാവില്ലായിരുന്നല്ലോ. എന്തിനാ എന്നെ രക്ഷിച്ചേ? നിന്റെ കൂട്ടുകാരി വന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ രക്ഷിച്ചേ. കൂട്ടുകാരിയോ? ആ അതെ. മതി, നിർത്ത്. വൈശാലിയെ കുറിച്ചോ അവളുടെ ഭർത്താവിനെ പറ്റി ഒന്നും അറിയാതെ സംസാരിക്കരുത്. അവനൊരു മഹാഫ്രോഡാ. ഇല്ലാത്ത വൃത്തികേടുകളില്ല. പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ട് നാട്ടിലുള്ള സകല പെണ്ണുങ്ങളുടെ പുറകെ നടക്കലായിരുന്നു. ഓരോ ദിവസം ഓരോ പെണ്ണിനെ അവൻ വീട്ടിലേക്ക് കൊണ്ടുവരും. അത് ചോദിച്ചാ അമ്മയും മോനും കൂടെ അവളെ തല്ലുമായിരുന്നു. അമ്മായിയമ്മ പോര് അവരെ കണ്ടുവേണം എല്ലാരും പഠിക്കാൻ. നീ പറയുന്നൊക്കെ സത്യമാണോ? ഇതാണ് സത്യം. കാർത്തിക്കിനെ കുറിച്ച് നിങ്ങൾ പുറത്തൊക്കെ ഒന്ന് തിരക്കി നോക്ക്, അപ്പ അറിയാലോ. അങ്ങനെ ഒരു ദിവസം ഒരു പെണ്ണിനെ അവൻ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോ വലിയ വഴക്കുണ്ടായി. ആ പെണ്ണ അവനെ കുത്തിയത്. എന്നിട്ട് കത്തി വൈശാലിയുടെ കയ്യിൽ കൊടുത്തിട്ട് അവള് മുങ്ങി. ഇപ്പോഴും നിങ്ങൾക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും വൈശാലി ചെയ്തതില് യാതൊരു തെറ്റുമില്ല. കാരണം ആ പിശാച് അവൻ പെണ്ണുപിടിക്കാൻ നടന്നതോ നിർത്തിയില്ല. പാവം വൈശാലിയെ അവന്റെ കൂട്ടുകാരുടെ കൂടെ കിടക്കാൻ നിർബന്ധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവന്മാരെയൊക്കെ എന്താ ചെയ്യണ്ടേ? കൊന്നു കളഞ്ഞതിൽ ഒരു തെറ്റുമില്ല. അത്രയും നല്ല പെണ്ണായിരുന്നെങ്കിൽ എന്റെ ഭാര്യ എന്തിനാ അവള് നുണ പറഞ്ഞത്? അതൊന്നും എനിക്കറിയില്ല. അതെന്താണെന്നൊക്കെ അവളോട് തന്നെ ചോദിക്കണം. പക്ഷെ വൈശാലി ഒരു പാവം പെണ്ണ. ഈ പ്രശ്നങ്ങളൊക്കെ ഒരു വശത്ത്. വൈശാലിക്കൊരു പെൺകുഞ്ഞുള്ളത് നിങ്ങൾക്കറിയോ? എന്തോ അപൂർവ രോഗം പിടിപെട്ട് കിടക്കുക ആ കുഞ്ഞിന്. ഒത്തിരി കാലമായിട്ട് ആശുപത്രിയിൽ ചികിത്സയിലാ. വൈശാലി ജോലി ചെയ്ത് കിട്ടുന്ന കാശുകൊണ്ടാ അവളുടെ ചികിത്സയൊക്കെ നടന്നു പോകുന്നത്. ഇപ്പൊ വൈശാലിയുടെ ജീവനും പോയി കഴിഞ്ഞാ ആ കുഞ്ഞു പിന്നെ അനാഥയായി മരിച്ചു പോവുള്ളൂ. അതായത് ഒരു തൂക്കുകയറിലൂടെ 2 ജീവനാ പോകാൻ പോകുന്നു. കുറച്ച് നാളത്തേക്ക് ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോയതാ. ഈ കാര്യം നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് കരഞ്ഞപേക്ഷിച്ചേനെ. നിങ്ങളുടെ ഭാര്യയാണെന്ന് സമ്മതിക്കാൻ പറഞ്ഞ് എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവന്നേനെ. പിന്നെ അവൾ നിങ്ങളെ ശല്യം ചെയ്യില്ലെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുമായിരുന്നു. പക്ഷേ ഇതൊന്നും നടക്കുമ്പോൾ ഞാനിവിടെ ഇല്ലല്ലോ. ഇവിടെ അമ്മ എങ്ങനെ, പാവം കുഞ്ഞവിടെ അങ്ങനെ. രക്ഷപ്പെടുത്താൻ കഴിയുന്ന നിങ്ങളും അതിനെപ്പറ്റി ചിന്തിക്കാൻ തയ്യാറാവുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാ? ഓരോരുത്തരുടെ തലവിധി.
ഞാൻ എന്തിനാ നിന്നെ രക്ഷിച്ചെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. തെറ്റ് ചെയ്യാത്ത നീ ശിക്ഷ അനുഭവിക്കണമെന്നില്ല. പിന്നെ ആശുപത്രി കിടക്കുന്ന നിന്റെ കുഞ്ഞൊരിക്കലും അനാഥയാവാൻ പാടില്ല. അതുകൊണ്ട് മാത്രം രക്ഷിച്ചേ. പിന്നെ എന്റെ ഭാര്യ എന്ന് പറഞ്ഞില്ലെങ്കിൽ നിന്നെ തൂക്കുകയറിയെന്ന് ഒഴിവാക്കില്ല. താല്പര്യം ഇല്ലാഞ്ഞിട്ട് പോലും നീ എന്റെ ഭാര്യയാണെന്ന് ഞാൻ അവരോടെല്ലാം കള്ളം പറഞ്ഞതാ. അല്ലാതെ നീ എന്റെ ഭാര്യയാന്ന് വിശ്വസിച്ചുകൊണ്ടൊന്നുമല്ല. പറഞ്ഞത് മനസ്സിലായോ? ദേവേട്ടനോട് ഇതൊക്കെ പറഞ്ഞത് വൈശാലിയുടെ കൂട്ടുകാരിയായിരിക്കും. അവര് പറഞ്ഞതുപോലെ വൈശാലി ഒരു പാവം പെൺകുട്ടിയായിരുന്നിരിക്കാം. വൈശാലിക്ക് ഒരു കുഞ്ഞുണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഞാൻ വൈശാലിയല്ല, വൈദേഹിയാണ് ദേവേട്ട. ഓ എന്റെ ഭഗവാനെ, ഇവളിത് നിർത്തുന്ന ലക്ഷണമില്ലല്ലോ. എന്തൊരു കഷ്ടോ ഇത്. എന്തിന്റെ കേടാ നിനക്ക്? കാറിന്ന് ഇറങ്ങാനാ പറഞ്ഞേ. പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങി പോവാൻ. നീ എന്നെയും എന്റെ കുടുംബത്തെയും ചതിക്കാൻ നോക്കിയിട്ടും ഞാൻ നിന്നെ രക്ഷിച്ചോണ്ട് നിന്നെ സഹായിക്കുകയായിരുന്നു. ഇനിയെങ്കിലും സ്വന്തം മോളെ നോക്കി ജീവിക്കാൻ നോക്ക്. വീണ്ടും വൈദേഹിയാന്നും പറഞ്ഞ് എന്റെയും എന്റെ കുടുംബത്തിന്റെയും പുറകെ വരാൻ നോക്കരുത്. ഒരു കാര്യം കൂടി പറയാം. ഞാൻ ഈ അടുത്ത് തന്നെ അമേരിക്കയിലേക്ക് തിരിച്ചു പോകും. അതുകൊണ്ട് നീ കളിക്കുന്ന നാടകം ഇവിടെ അവസാനിപ്പിച്ചോ. അതാ നിനക്ക് നല്ലത്.